ഇന്ന് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന ദിവസമാണല്ലോ. കഴിഞ്ഞ ദിവസം കോടതി ഇതിൽ എത്രയും വേഗത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് SIT പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ ഇന്ന് SIT നിലപാട് പറയുമോ? ഇനിയും സമയം ആവശ്യപ്പെടുമോ? എന്താണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? മനു, കഴിഞ്ഞ 18-ാം തീയതി ഈ കേസ് SIT ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുമ്പോഴാണ് 10 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ സമഗ്ര റിപ്പോർട്ട് 29-ാം തീയതിക്കുള്ളിൽ സമർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ SIT റിപ്പോർട്ട് സമർപ്പിക്കുക. ദേവസ്വം ബെഞ്ച് ഇന്ന് കേസ് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതിൻ്റെ അന്വേഷണം എവിടെ എത്തി, അന്വേഷണ പുരോഗതി അറിയിക്കണം. പക്ഷേ ഇന്ന് അന്വേഷണ പുരോഗതി അറിയിക്കുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി SIT അറിയിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം 2019-ലെ സ്വർണ്ണ മോഷണ കേസിൻ്റെ ഒരു തുടർച്ചയാണ് 2025-ൽ നടത്തിയ ആ ഇടപാട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം തന്നെയാണ് ഈ സ്വർണം വീണ്ടും കൊടുത്തയച്ച് ചെന്നൈയിലേക്ക് കൊടുത്തയച്ചത്, സ്വർണ്ണം പൂശുന്നതിനായി കൊടുത്തയച്ചത്. അങ്ങനെ ഇയാൾക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചതിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നൊരു സംശയം നേരത്തെ ഉയർന്നിരുന്നു. ആ ഒരു സംശയം വീണ്ടും SIT ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് അധ്യക്ഷനായിരുന്ന ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്ത് ആ ദേവസ്വം ബോർഡിനെ കൂടി പ്രതികളാക്കി വീണ്ടും ഒരു കേസെടുക്കണം എന്ന ആവശ്യം SIT ഹൈക്കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കാരണം 2019-ലെ കേസിൻ്റെ തുടർച്ചയായുള്ള കേസ്, അതിൽ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ഇത് കൈമാറിയതെന്നതിന് വേറെ കേസ് എടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി SIT ഉന്നയിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുവരെയുള്ള സമഗ്ര അന്വേഷണ റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇതുവരെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകുന്നുണ്ട്. അവസാന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ ഇന്ന് സാധ്യതയില്ലെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒരുപക്ഷെ ഇന്ന് ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന കാര്യം ഇന്ന് കോടതി അറിയിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ കോടതിയോട് ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി സമയം തേടാനുള്ള ഒരു സാധ്യതയും SIT നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മനു.